ഒരുപാട് ഇഷ്ടത്തിലുണ്ടായി ആ ഇഷ്ടത്തിൽ നിന്ന് ഒരാൾ പിന്മാറുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. എപ്പോഴും നമുക്ക് ഈ ഒരു കേസസ് വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, മറ്റേ ആൾ അത് തോന്നലായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും, അത് ശരിയാവും, അത് തിരിച്ചു വരും, അല്ലെങ്കിൽ അത് ശരിയായി കിട്ടും, അതൊരു തൽക്കാലത്തേക്കാണെങ്കിലോ ഞാനില്ലാണ്ട് അവർക്ക് എങ്ങനെ പറ്റുക? അങ്ങനെ പറ്റില്ല, ഞാനില്ലാണ്ട് അങ്ങനെ പറ്റില്ല, എന്നെ അത്രമാത്രം പ്രിയപ്പെട്ടതാ, അപ്പോൾ ഞാനില്ലാണ്ട് എങ്ങനെ അവർക്ക് സാധിക്കുക? അപ്പോൾ അവരിങ്ങനെ അങ്ങനെ പറ്റുമോ മാം പറയേ? കാരണം ഞാൻ അങ്ങനെയാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ആയിരുന്നു, ഞാനില്ലാണ്ട് ഒരു കാര്യവും ചെയ്യില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എല്ലാം ഞാനാണ് ചെയ്തു കൊടുക്കാറുള്ളത്, അപ്പം ഞാനില്ലാണ്ട് പറ്റുമോ? അപ്പോൾ അവരിങ്ങനെ, ഞാൻ അവരുടെ അടുത്ത് പറ്റില്ല കേട്ടോ, എന്തായാലും അവർ തിരിച്ചു വരണം, അങ്ങനെ പറയുന്നത് കേൾക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യനെ അത്രത്തോളം ഇങ്ങനെ കൂടെ ഉണ്ടായി ഒപ്പം ഉണ്ടായിട്ടുണ്ടല്ലോ, അവരെ ഒറ്റ തൊന്തിയിടുന്ന താഴത്തേക്ക് പെട്ടെന്ന് ഈ തിരിഞ്ഞു പോക്ക് അതെന്തുമാത്രം മുറിവുണ്ടാക്കുന്നതെന്നറിയോ? ചിലരുടെ ആ ഒരു മെൻ്റലി അവരെ സ്റ്റേബിൾ ആവാനുള്ള അവരെ കഴിവ് പോലും നഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ്. എല്ലാവർക്കും ഉണ്ടല്ലോ, അവർ റിജക്റ്റ് ചെയ്തു എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരാളെ നമുക്ക് റിജക്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ വേറൊരാൾ നമ്മളെ റിജക്റ്റ് ചെയ്തു എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വേറൊരാളെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമ്പോൾ കാലം നമുക്ക് തിരിച്ചു തരുന്നത് നമുക്കും ഒരു റിജക്ഷൻ വരും. അങ്ങനെ നമുക്ക് മറ്റൊരാളെ എങ്ങനെയാണ് നമ്മൾ വേദനിപ്പിച്ചതെന്നുള്ള വേദന നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഈ ബന്ധങ്ങളിൽ പലപ്പോഴും നമുക്ക് വേണ്ട എന്ന് തോന്നുന്നത് അത് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാവാം, പലതും നമ്മൾ തിരിച്ചറിയുന്നില്ല. പിന്നെ ഏതൊരു ബന്ധവും വേണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ മാക്സിമം അവരുടെ ഒരു പ്രതീക്ഷയാണ് അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത്. അതിനുവേണ്ടി ഒരാൾ മാത്രമാണ് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെയും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാളുടെ മാത്രം ആവശ്യമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പലപ്പോഴും അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിക്കണമെങ്കിൽ കുറേ സമയമെടുക്കും. അത്രമാത്രം ചിലരിങ്ങനെ കരഞ്ഞ് അവർക്ക് കരയാൻ പോലും പറ്റാതാവുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ കരഞ്ഞ് ഒരാളെ കാത്തിരുന്ന് അതിൽ നിന്നെല്ലാം മാറി മുന്നോട്ട് വരുന്നൊരവസ്ഥയുണ്ട്. അവിടെ കരച്ചിലോ വികാരങ്ങളോ ഒന്നും തോന്നില്ല, അവിടെ എടുക്കുന്ന ഡിസിഷൻസ് ഭയങ്കര സ്ട്രോങ്ങാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരാൾ വന്ന് എത്ര കരഞ്ഞാലും ഉണ്ടല്ലോ അവർ കേൾക്കില്ല. അത്രമാത്രം ഒരാൾക്ക് വേണ്ടി കാത്തിരുന്ന് അവിടെ അത്രമാത്രം റിജക്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നുണ്ടാവുന്നൊരു തീരുമാനമാണ് ഈ ഒരു സ്ട്രോങ് ലെവലിലേക്ക്. അതുകൊണ്ട് തന്നെ വേണം എന്ന് തോന്നുന്ന ബന്ധങ്ങളിൽ ചില കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതെന്നല്ല, ഒരു തിരിഞ്ഞു നോട്ടം, എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, എവിടെയാണ് തെറ്റുപറ്റുന്നത്, അതെങ്ങനെയൊക്കെ തിരുത്താൻ, മനുഷ്യനല്ലേ, തിരുത്താൻ സാധിക്കുന്നതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ എല്ലാവരും എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ചില കാര്യങ്ങളിൽ ഒട്ടും ചേരാത്തതായിരിക്കാം. അങ്ങനെ ഒട്ടും ചേരാത്തതിനെ ഞാൻ ചേർത്ത് നിർത്താനും ഞാൻ പറയുന്നില്ല. പക്ഷേ കുറേ സമയത്ത് നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ അതൊരു ടോക്സിക്കോ ഒരു ഗ്യാസ് ലൈറ്റിങ്ങോ നാർസിസ്റ്റോ അങ്ങനെയൊന്നും അല്ലാതെ ആ സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കുന്ന ബന്ധങ്ങളാണെങ്കിൽ ആ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെയും സാധിക്കും. പക്ഷേ അവിടെ ഒന്നുമില്ല, അവിടെ ഇത് ഫുള്ളൊരു ഫേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് റിലേഷൻഷിപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ആയിരുന്നു ഉദ്ദേശമെങ്കിൽ അവിടെ ഒരു കാര്യമില്ല. അത് പല കാര്യങ്ങളാവാം, പല മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കുന്ന പല കാര്യങ്ങളും അതിലേക്ക് വരാം. അപ്പോൾ ആ ഒരു മാറ്ററിന് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നു, അതർ തിങ്സ് ഇമോഷണൽ കാര്യങ്ങൾക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ദ മെറ്റീരിയൽ തിങ് അതിന് മാത്രമാണ് ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ എന്ത് ശ്രമിച്ചിട്ടും കാര്യമില്ല, കാരണം അവിടെ അതാണ്. അപ്പോൾ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ടൊരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ കണ്ണുകൾ നനയും, നമ്മളവിടെ സിൻസിയർ ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇത്. പക്ഷേ അതുപോലും ഇല്ലാത്ത ബന്ധങ്ങളെ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. ഏതൊരു കാര്യത്തിനാണെങ്കിലും ഞങ്ങൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ആവശ്യമില്ലാണ്ട് പരസ്പരം ചളി വാരി അറിയാതെ മാന്യമായി ഇറങ്ങാൻ നമുക്ക് സാധിക്കണം. ഈ ഇഷ്ടങ്ങളുണ്ടായിട്ട് ഇഷ്ടക്കേടുകളിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടല്ലോ, അത് ഏറ്റവും പെയിൻഫുള്ളാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന മനുഷ്യരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നതും
അല്ലേ? എന്തൊരു തമാശയാണ്. ഈ ഇഷ്ടം തന്നെ ഒരാളെ സന്തോഷിപ്പിക്കുകയും ചെയ്യും, ഈ ഇഷ്ടം തന്നെ ഒരാളെ ഏറ്റവും വേദനിപ്പിക്കുകയും ചെയ്യും. ഭയങ്കര ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയല്ലേ?